നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ. ന്യൂമാഹിക്കടുത്ത് പുന്നോൽ പെട്ടിപ്പാലത്ത് ദേശീയപാതയിൽ ദീർഘദൂര സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച് ബസ് ജീവനക്കാർ ഉൾപ്പെടെ 70 പേർക്ക് പരിക്ക്. അപകടം ബുധനാഴ്ച ഉച്ചയ്ക്ക് 12:30 പിതൃസ്മരണയിൽ പുണ്യതീർത്ഥങ്ങളേന്തി ആയിരങ്ങൾ കർക്കിടകവാവ് ബലിതർപ്പണം നടത്തി. തലശ്ശേരി ശ്രീ ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തിയത് ആയിരങ്ങൾ. തലശ്ശേരിയിൽ BJP നേതാവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് എറണാകുളത്തെ യൂത്ത് കോൺഗ്രസ് നേതാവ് തലശ്ശേരി പോലീസിന്റെ പിടിയിൽ. അറസ്റ്റിലായത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ എറണാകുളം മാണിക്യമംഗലം മുരപ്പള്ളി വീട്ടിൽ വൈശാഖ് S. ദർശൻ. ചൊക്ലി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥി ശിവസൂര്യയെ കാണാതായിട്ട് 5 ദിവസം. കുട്ടിയെ കണ്ടെത്താൻ SIT രൂപീകരിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്ന് സ്കൂൾ PTA. വിശദമായ വാർത്തകളിലേക്ക്. ന്യൂമാഹിക്കടുത്ത് പുന്നോൽ പെട്ടിപ്പാലത്ത് ദേശീയപാതയിൽ ദീർഘദൂര സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച് ബസ് ജീവനക്കാർ ഉൾപ്പെടെ 70 പേർക്ക് പരിക്കേറ്റു. കോഴിക്കോട് നിന്ന് കണ്ണൂരിലേക്ക് വരികയായിരുന്ന ഗംഗോത്രി ബസ്സും കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ജാഗ്ലയൻ ബസ്സും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 12:30 അപകടമുണ്ടായത്. പരിക്കേറ്റവർക്ക് തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയതിനു ശേഷം തലശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രികളിലും പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനിടെ അമിത വേഗത്തിൽ ദിശ തെറ്റിയ ജാഗ്ലയൻ ബസ് നിയന്ത്രണം വിട്ട് എതിരെ വന്ന ഗംഗോത്രി ബസ്സിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഇരു ബസ്സുകളുടെയും മുൻഭാഗം പൂർണ്ണമായും തകർന്നു. ഡ്രൈവർമാർ ക്യാബിനിൽ കുടുങ്ങുകയും ചെയ്തു. ഇരു ബസ്സുകളിലെയും യാത്രക്കാർക്ക് തലയ്ക്കും കൈകാലുകൾക്കും മൂക്കിനുമാണ് പരിക്കേറ്റത്. അപകടത്തിന്റെ വലിയ ശബ്ദവും യാത്രക്കാരുടെ നിലവിളിയും കേട്ട് പരിസരവാസികളും ദേശീയപാതയിലൂടെ കടന്നുപോയ വാഹനങ്ങളിലുള്ളവരും ഓടിയെത്തി രക്ഷാപ്രവർത്തനം നടത്തി. ന്യൂമാഹി തലശ്ശേരി പോലീസും സ്ഥലത്തെത്തി ഗതാഗതം നിയന്ത്രിച്ചു. പരിക്കേറ്റവരെ ആംബുലൻസുകളിലും നാട്ടുകാരുടെ വാഹനങ്ങളിലുമായാണ് ആശുപത്രിയിൽ എത്തിച്ചത്. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. അമിത വേഗവും അപകടകരമായ മറികടക്കലുമാണ് അപകടത്തിന് കാരണമായതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഗംഗോത്രി ബസ്സിലെ ഡ്രൈവർ മുജിതാബിന്റെ കാലിന് പൊട്ടലേറ്റു. ജാഗ്ലയൻ ബസ്സിലെ ഡ്രൈവർ അഹമ്മദിനും പരിക്കുണ്ട്. യാത്രക്കാരിൽ കൂടുതൽ പേർക്കും തലയ്ക്കും മൂക്കിനുമാണ് പരിക്ക്. സാരമായി പരിക്കേറ്റ 4 പേരെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ കർണാടക സ്വദേശിയായ ഭരത്, ശ്വാസതടസ്സം നേരിട്ട വയോധികർ ഉൾപ്പെടെയുള്ള 4 പേരെയാണ് പരിയാരത്തേക്ക് മാറ്റിയത്. വിവരമറിഞ്ഞ് കാരായി രാജൻ MLA, തലശ്ശേരി നഗരസഭാ ചെയർമാൻ കാരായി ചന്ദ്രശേഖരൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ COT ഷബീർ, തലശ്ശേരി ASP ഡോക്ടർ നന്ദഗോപൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവർ ജനറൽ ആശുപത്രിയിലെത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. വളണ്ടിയർമാരുടെ സഹായത്തോടെയാണ് പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിലേക്ക് മാറ്റിയത്. പിതൃസ്മരണയിൽ പുണ്യതീർത്ഥങ്ങളേന്തി ആയിരങ്ങൾ ഇന്ന് കർക്കിടകവാവ് ബലിതർപ്പണം നടത്തി. വേർപിരിഞ്ഞുപോയ പൂർവികരുടെ ആത്മാക്കൾക്ക് ശാന്തി ലഭിക്കുന്നതിനായി പുലർച്ചെ മുതൽ തന്നെ പ്രമുഖ ക്ഷേത്രങ്ങളിലും കടൽ തീരങ്ങളിലും പുഴയോരങ്ങളിലും വലിയ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെട്ടത്. പിതൃസ്മരണയിൽ പുണ്യതീർത്ഥങ്ങളേന്തി ആയിരങ്ങളാണ് കർക്കിടകവാവ് ബലി തർപ്പണം നടത്തിയത്. വേർപിരിഞ്ഞുപോയ പൂർവികരുടെ ആത്മാക്കൾക്ക് ശാന്തി ലഭിക്കുന്നതിനായി പുലർച്ചെ മുതൽ തന്നെ പ്രമുഖ ക്ഷേത്രങ്ങളിലും കടൽ തീരങ്ങളിലും പുഴയോരങ്ങളിലും
വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. വടക്കൻ മലബാറിലെയും മലയോര മേഖലയിലെയും പ്രമുഖ ബലിതർപ്പണ കേന്ദ്രങ്ങളെല്ലാം വൻ ജനപ്രവാഹമാണ് ദൃശ്യമായത്. കണ്ണൂർ പയ്യാമ്പല കടൽ തീരത്ത് പുലർച്ചെ മുതൽ ആയിരങ്ങളാണ് പിതൃതർപ്പണത്തിനായി എത്തിയത്. വയനാട് തിരുനെല്ലി മഹാവിഷ്ണുക്ഷേത്രത്തിൽ പുലർച്ചെ 3 മുതൽ തന്നെ തർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു. കണ്ണൂർ സുന്ദരേശ്വര ക്ഷേത്രക്കടവിലും തർപ്പണത്തിനായി പുലർച്ചെ മുതൽ ഭക്തരുടെ നീണ്ട നിരയാണ് കാണപ്പെട്ടത്. ബലിതർപ്പണത്തിനായി എത്തുന്നവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കാൻ എല്ലാ കേന്ദ്രങ്ങളിലും പോലീസും ഫയർഫോഴ്സും തികഞ്ഞ ജാഗ്രതയിലാണ് പ്രവർത്തിച്ചത്. ബസ് സർവീസുകൾ കൂടുതൽ വ്യാപിപ്പിച്ചും കുടിവെള്ളവും പ്രാഥമിക സൗകര്യങ്ങളും ഉറപ്പാക്കിയും ഭക്തർക്ക് സുഗമമായ ബലിതർപ്പണത്തിനുള്ള സൗകര്യങ്ങളാണ് അധികൃതർ ഒരുക്കിയത്. കർക്കിടക വാവു ബലിക്കായി തലശ്ശേരി ശ്രീ ജഗന്നാഥ ക്ഷേത്രത്തിൽ ഒഴുകിയെത്തിയത് ആയിരങ്ങൾ. വിപുലമായ ഒരുക്കങ്ങളാണ് പിതൃതർപ്പണത്തിനായി ഒരുക്കിയത്. 10,000-ലധികം പേർക്ക് ബലിതർപ്പണം നടത്തുന്നതിനുള്ള സൗകര്യങ്ങളാണ് ക്ഷേത്രത്തിൽ ഒരുക്കിയതെന്ന് ശ്രീ ജ്ഞാനോദയ യോഗം പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ സത്യൻ അറിയിച്ചു. ശംഖചക്ര ഗദാധര അക്ഷയ പുണ്ഡരീകാക്ഷ പിതൃമോക്ഷ പ്രദോഭവാൻ ഓം നമോ നാരായണായ നാരായണായ എന്ന അഷ്ടാക്ഷര മന്ത്രം ജപിച്ച് ആ പുഷ്പം പിണ്ടത്തിലിട്ട് തൊട്ടു വന്ദിക്കുക. അതിൽ നിന്നൊരു പുഷ്പമെടുത്ത് വാസനിച്ച് പിറകോട്ട് കളയുക. മറ്റൊരു പുഷ്പമെടുത്ത് കുശപൃഷ്ഠേ തിലോതനേഹി കൊടുത്തോളൂ. മൂന്നാമത് വീണ്ടും അല്പം എള്ളെടുക്കുക. അല്പം വെള്ളം ചേർത്ത് ആ നാട്ടിലേക്ക് നടുക്ക് ഭാഗത്ത് പിടിച്ചോളൂ. ഓം പിതരോതനേഹി കൊടുത്തോളൂ. കൈ കഴുകുക. ഇനി ആ അരി വേവിച്ച പിണ്ടം 5 പ്രാവശ്യം. പുലർച്ചെ 5 ആരംഭിച്ച പിതൃതർപ്പണം ഉച്ചവരെ തുടർന്നു. ക്ഷേത്രം മേൽശാന്തി സജേഷ് കട്ടപ്പന, വിനുശാന്തി, വിനീഷ് ശാന്തി, രഹിൻ ശാന്തി, ശ്രീഹരി എന്നിവർ ബലികർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിച്ചു. ബലിതർപ്പണത്തിനാവശ്യമായ എള്ള്, ദർഭ, കൂർച്ചം, പിണ്ടം, പുഷ്പങ്ങൾ, തുളസി തുടങ്ങിയ പൂജാ സാമഗ്രികൾ ക്ഷേത്രത്തിൽ നേരത്തെ ഒരുക്കിയിരുന്നു. ഭക്തർക്ക് ബലിതർപ്പണം സുഗമമായി നടത്തുന്നതിനും വലിയ തോതിലുള്ള തിരക്ക് നിയന്ത്രിക്കുന്നതിനുമായി പ്രത്യേക ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിരുന്നു. ക്ഷേത്രം മാതൃസമിതി പ്രസിഡന്റ് രമാഭായ് ടീച്ചർ, സെക്രട്ടറി സീന സുർജിത്ത്, കേന്ദ്ര സമിതി വൈസ് പ്രസിഡന്റ് പി കെ ഗൗരി ടീച്ചർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ഭക്തർക്ക് സൗകര്യങ്ങൾ ഒരുക്കിയത്. ക്ഷേത്ര പരിസരത്തടക്കം ആവശ്യമായ മറ്റ് സംവിധാനങ്ങളും സജ്ജമാക്കിയിരുന്നു. പിതൃപ്രീതിക്കായി തിലഹവനം, ശ്രാദ്ധപൂജ, പിതൃസംസ്കാരം, സായുജ്യ പൂജ, ക്ഷേത്ര പിണ്ടം തുടങ്ങിയ ചടങ്ങുകളും നടന്നു. നിത്യബലിയും അമാവാസി ബലിയും ഉൾപ്പെടെ ജില്ലയിലെ ഏറ്റവും കൂടുതൽ ബലിതർപ്പണ കർമ്മങ്ങൾ നടന്ന പ്രധാന കേന്ദ്രങ്ങളിലൊന്നാണ് തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം. ദേവദേഭ്യോ നമഃ. ഓം പാദ്യം നമഃ. ഓം അർഘ്യം നമഃ. ഓം ആചമനം നമഃ. ഓം ആസനം നമഃ. ഓം ആവാഹനം നമഃ. ഓം സ്നാപനം നമഃ. ഓം പുനഃസ്നാനം നമഃ. ഓം സ്നാനാനന്തരം പുനരാചമനം നമഃ. ഓം വസ്ത്രാർത്ഥം സൂത്രം നമഃ. ഓം ഉപവസ്ത്രാർത്ഥം തിലം നമഃ. ആദ്യകരിഷ്യേ നമഃ. ആ കൂർച്ചം 3 പ്രാവശ്യം ശിരസിനൊഴിഞ്ഞോളൂ. തലക്ക് ചൊല്ലിക്കുക. ഓ കുശോസി കുശപൃഷ്ടോസി ബ്രഹ്മണ നിർമ്മിതം പുര പിണ്ഡസ്ഥാനെ മമ ഗർഭാസനം നമ. ആ നാക്കിലയുടെ നടുക്ക് ഭാഗത്ത് ആ കൂർച്ചം 2ഉം കൂടെ ചേർത്ത് വെക്കുക. ഇനി ആ എള്ള് 5 പ്രാവശ്യമായിട്ട് എടുത്തു തീർക്കേണ്ടതാണ്. അതിൽ 1ാമത്തെ പ്രാവശ്യം അല്പം എള്ളെടുക്കുക. ഇടത് കൈ കൊണ്ട് വെള്ളവും പാത്രവും എടുത്ത് വലത് കൈയുടെ ഉള്ളം കൈയിലേക്ക് അല്പം വെള്ളം ആ പാത്രം ചെരിച്ചൊഴിക്കുക. എന്നിട്ട് നാക്കിലയുടെ നടുക്കു ഭാഗത്ത് പിടിച്ചോളൂ. ഓ തതുപരി തിലോതനം നമ കുടഞ്ഞോളൂ. 2ാമത് വീണ്ടും അല്പം എള്ളെടുക്കുക. അല്പം വെള്ളം ചേർത്ത് ആ നാക്കിലയുടെ നടുക്കു ഭാഗത്ത് പിടിച്ചോളൂ. ഓ മാതാമഹ കുലേ ഏഷ ഗരിരേഷ നവിദ്യതേ ആവാഹ. വിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശിവത്തിന്റെ ഭാഗത്ത് വന്ന് തീർത്ഥപ്രസാദം സ്വീകരിക്കുക. ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷര മന്ത്രം
ജപിച്ച് പിണ്ടസമർപ്പണം നടത്തുക. ചിറയിൽ ശ്രദ്ധിച്ച് ഇറങ്ങുക. വഴിക്കലിക്കുള്ള സമയമാണ്. കിഴക്ക് ഭാഗത്ത് നിൽക്കുന്ന ഭക്തജനങ്ങൾ കിഴക്കോട്ട് തന്നെ പോയി തെക്കേക്ക് ഏറയിൽ കൂടെ തന്നെ തെക്കോട്ടായി പോയി പിണ്ടസമർപ്പണം നടത്തി ചിറയിൽ പോയി ക്ഷേത്രത്തിന്റെ ഭാഗത്തോട്ട് തീർത്ഥപ്രസാദം സ്വീകരിക്കുക. ഓം നമോ നാരായണായ നാഥായ ജപിച്ച് തലായ് ബാലഗോപാല ക്ഷേത്രത്തിലും മുൻജന്മ സുഹൃത്തുക്കളുടെ ആത്മശാന്തിക്കായി നിശ്ചയപ്രകാരമുള്ള വിധികളും ആചാരാനുഷ്ഠാനങ്ങളും പാലിച്ച് വാവുബലി കർമ്മങ്ങൾ നടന്നു. തലശ്ശേരിയിലും സമീപ പ്രദേശങ്ങളിൽ നിന്നും മാത്രമല്ല ദൂരദേശങ്ങളിൽ നിന്നുപോലും നിരവധി ഭക്തർ തലായ് ബാലഗോപാല ക്ഷേത്രത്തിലുമെത്തി. ചുണ്ടുവിരലൂടെ കൊടുക്കുക. 3 പ്രാവശ്യം വെള്ളം കൊടുക്കുക. തുളസിയില കൊണ്ട് ചന്ദനം എടുക്കുക. ഓം നമോ നാരായണായ ചന്ദനം മാത്രം. ഓം നമോ നാരായണായ കൊടുക്കുക. 3 പ്രാവശ്യം പുഷ്പം കൊടുക്കുക. 3 പ്രാവശ്യം വെള്ളം കൊടുക്കുക. വെള്ളം എടുക്കുക. ഓം നമോ നാരായണായ കൊടുക്കുക. മന്ത്രം ചൊല്ലിക്കൊണ്ട് വേണം കൊടുക്കുക. കരകൾക്കുള്ള എടുക്കുക. അതിൽ കുറച്ച് ചന്ദനം ചേർക്കുക. 2 കൈകളിലും ആക്കുക. തലശ്ശേരിയിൽ BJP നേതാവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് എറണാകുളത്തെ യൂത്ത് കോൺഗ്രസ് നേതാവ് തലശ്ശേരി പോലീസിന്റെ പിടിയിൽ. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ എറണാകുളം മറ്റൂർ മാണിക്യമംഗലം മൊരപ്പള്ളി വീട്ടിൽ വൈശാഖ് S. ദർശനെയാണ് തലശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിന് പിന്നാലെ വൈശാഖിനെ തൽസ്ഥാനത്തു നിന്നും യൂത്ത് കോൺഗ്രസ് നീക്കം ചെയ്തു. എരഞ്ഞോളി പഞ്ചായത്ത് BJP മുൻ പ്രസിഡന്റായിരുന്ന പെരുന്താറ്റിലെ തിരുവാതിരയിൽ രതീശനെ ഇക്കഴിഞ്ഞ ആഗസ്റ്റ് 3 പുലർച്ചെയാണ് തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡ് കോഫി ഹൗസിന് മുകളിലുള്ള സ്വന്തം ഓഫീസിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. പ്രധാനമന്ത്രി ആവാസ് യോജന ഉൾപ്പെടെയുള്ള സേവന ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്ന ഹർജികൾ തയ്യാറാക്കി നൽകുന്നതായിരുന്നു ഓഫീസ്. രതീശന്റെ ദുരൂഹ ആത്മഹത്യ ചോദ്യചിഹ്നമായി നിൽക്കവെയാണ് യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ വിശ്വാസവഞ്ചനയെപ്പറ്റി ആത്മഹത്യാക്കുറിപ്പിലൂടെ സൂചനകൾ പുറത്തു വന്നത്. റെയിൽവേയിൽ ജോലി വാഗ്ദാനം ചെയ്ത് രതീശൻ വഴി വൈശാഖ് 25 ലക്ഷം രൂപ വാങ്ങിയിരുന്നു. TTR പോസ്റ്റിലേക്ക് വ്യാജ നിയമന കത്തും നൽകി. എന്നാൽ ആർക്കും ജോലി ലഭിച്ചില്ല. ഇതേ തുടർന്ന് ഈ മാസം ആദ്യം പണം തിരിച്ചു നൽകുമെന്ന് വൈശാഖ് ഉറപ്പു നൽകിയിരുന്നു. ഈ വാക്ക് വൈശാഖ് പാലിക്കാതായതോടെ രതീഷ് ജീവനെടുക്കുകയായിരുന്നു. രതീശന്റെ ആത്മഹത്യാക്കുറിപ്പിൽ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. പ്രേരണക്കുറ്റം ചുമത്തിയാണ് യൂത്ത് കോൺഗ്രസ് നേതാവിനെ ചൊവ്വാഴ്ച വൈകിട്ട് തിരുവനന്തപുരത്ത് വെച്ച് പിടികൂടിയത്. തലശ്ശേരിയിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. അറസ്റ്റിലായതിനു പിന്നാലെ വൈശാഖിനെ യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും നീക്കം ചെയ്യുകയും ചെയ്തു. ചുക്ലി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥി ശിവസൂര്യയെ കാണാതായിട്ട് 5 ദിവസം. കുട്ടിയെ കണ്ടെത്താൻ SIT രൂപീകരിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്നും കൂടുതൽ മേഖലകളിൽ തിരച്ചിൽ വ്യാപിപ്പിക്കണമെന്നും സ്കൂൾ PTA ആവശ്യപ്പെട്ടു. PTA ഭാരവാഹികൾ വീട്ടിലെത്തി കുടുംബത്തെ ആശ്വസിപ്പിച്ചു. പെരിങ്ങത്തൂർ പുളിയനമ്പ്രത്തെ ശിവസൂര്യയെ ആഗസ്റ്റ് 7 മുതലാണ് കാണാതായത്. പോലീസ് അന്വേഷണം തുടരുന്നുണ്ടെങ്കിലും 5 ദിവസം പിന്നിട്ടിട്ടും ശിവസൂര്യയെ കണ്ടെത്താനായിട്ടില്ല. നൂതന അന്വേഷണ സംവിധാനങ്ങളും സാങ്കേതിക വിദ്യകളും നിലവിലുള്ള സാഹചര്യത്തിൽ കുട്ടിയെ കണ്ടെത്താൻ സാധിക്കാത്തത് ദൗർഭാഗ്യകരമാണെന്ന് സ്കൂൾ PTA ഭാരവാഹികൾ പറഞ്ഞു. ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ
സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ച് അന്വേഷണം ത്വരിതപ്പെടുത്തണമെന്നും കൂടുതൽ മേഖലകളിൽ തെരച്ചിൽ നടത്തണമെന്നും PTA പ്രസിഡന്റും ചൊക്ലി പഞ്ചായത്ത് പ്രസിഡന്റുമായ N. അനൂപ് ആവശ്യപ്പെട്ടു. ചൊക്ലി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ നമ്മുടെ വിദ്യാർത്ഥി ശിവസൂര്യ കഴിഞ്ഞ ശനിയാഴ്ചയാണ് കാണാതായിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് ചൊക്ലി പോലീസിൽ രക്ഷിതാവ് പരാതി കൊടുത്തിരുന്നു. ആ പരാതിയെ തുടർന്ന് കുട്ടിയെ കണ്ടെത്താൻ ആവശ്യമായിട്ടുള്ള അന്വേഷണം ചൊക്ലി പോലീസിൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഈ സംഭവം നടന്നത്. തുടർന്ന് ഇന്ന് 5ാമത്തെ ദിവസമാണ് പിന്നിടുന്നത്. കുട്ടിയെ കണ്ടെത്താൻ അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും കുട്ടിയെ കണ്ടെത്താൻ പറ്റാത്ത ഒരു നിലയാണ് ഇപ്പോൾ ഉള്ളത്. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ PTA മീറ്റിംഗ് ചേർന്നിരുന്നു. അന്വേഷണം ഇഴഞ്ഞു നിന്ന സാഹചര്യത്തിൽ സമഗ്രമായ രീതിയിലുള്ള അന്വേഷണം നടത്തി ത്വരിതഗതിയിൽ തന്നെ ശിവസൂര്യയെ കണ്ടെത്താൻ ആവശ്യമായ നടപടികൾ സംസ്ഥാന ഗവൺമെൻറ്റും ആഭ്യന്തര വകുപ്പും മുൻകൈ എടുക്കണം എന്നുള്ളതാണ് PTA യോഗത്തിൽ ഉയർന്നു വന്ന പ്രധാനപ്പെട്ട ആവശ്യം. ഇതേ തുടർന്ന് ആവശ്യമായിട്ടുള്ള ഇടപെടൽ ആഭ്യന്തരമന്ത്രിക്കും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കും പരാതി നൽകാനാണ് PTA നേതൃത്വത്തിൽ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ രക്ഷിതാവുമായി സംസാരിച്ചപ്പോൾ രക്ഷിതാവ് തന്നെ SP-ക്ക് കഴിഞ്ഞ ദിവസം പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജില്ലാ അടിസ്ഥാനത്തിൽ തന്നെ സമഗ്രമായ ഒരു പോലീസ് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള അന്വേഷണവും ത്വരിതഗതിയിൽ തന്നെ നടത്തേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഈ പ്രദേശമാകെ ഈ കുട്ടിയെ കാണാത്തതിൻ്റെ ഭാഗമായി വലിയ പ്രയാസമാണ്. ഈ കുടുംബത്തെ സംബന്ധിച്ച് 5 ദിവസം പിന്നിടുമ്പോഴും കുട്ടിയെ കണ്ടെത്താനുള്ള ഒരു നടപടിയിലേക്ക് വേഗത്തിൽ പോകാത്തതിൻ്റെ പ്രയാസം ഈ കുടുംബം അനുഭവിക്കുന്നുണ്ട്. ശിവസൂര്യയുടെ വീട്ടിലെത്തി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആഗസ്റ്റ് 11-നാണ് വിദ്യാർത്ഥിയെ കാണാതായതായി കണ്ണൂർ SP-ക്ക് ഉൾപ്പെടെ പരാതി നൽകിയത്. തുടർ നടപടികൾ വൈകുന്ന സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരും ആഭ്യന്തര വകുപ്പും ഇക്കാര്യത്തിൽ ഇടപെടണമെന്നും സ്കൂൾ PTA ആവശ്യപ്പെട്ടു. പഞ്ചായത്ത് വികസനകാര്യ സമിതി കമ്മിറ്റി ചെയർപേഴ്സൺ P. ജയചന്ദ്രൻ, സ്കൂൾ PTA വൈസ് പ്രസിഡന്റ് PK വിനീഷ് എന്നിവരും പ്രസിഡന്റിന്റെ കൂടെ ഉണ്ടായിരുന്നു. ശിവസൂര്യയെ എത്രയും വേഗം കണ്ടെത്തുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബവും ഒപ്പം നാട്ടുകാരും. എൻ്റെ മകൻ ശിവസൂര്യയെ കാണാതായി. കഴിഞ്ഞ ശനിയാഴ്ച ഉച്ച മുതൽ കാണുന്നില്ല. ഇന്നിപ്പം ബുധനാഴ്ചയായി. ഇതുവരെ ഒരു കൃത്യമായൊരു വിവരം നമുക്ക് ലഭിച്ചിട്ടില്ല. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ലഭിച്ചിട്ടില്ല. അന്വേഷണം തുടരുന്നു എന്ന് പറയുന്നത് മകനെക്കുറിച്ചിട്ട് ഇതുവരെ ഒരു വ്യക്തമായൊരു വിവരം ഇതുവരെ ലഭിച്ചതായി കാണുന്നില്ല. ഞാൻ ഇന്നലെ പരാതി കണ്ണൂർ ജില്ലാ പോലീസ് സൂപ്രണ്ടിന് കൊടുത്തിട്ടുണ്ട്. കതിരൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ VVK IV ദാസ് പുരസ്കാര സമർപ്പണം ആഗസ്റ്റ് 14 വൈകിട്ട് 3:30 പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ നിർവഹിക്കും. 2024 VVK പുരസ്കാരം കഥാകൃത്ത് അശോകൻ ചെരുവിലിനും IV ദാസ് പുരസ്കാരം മാധ്യമപ്രവർത്തക അസിത സഹീറിനുമാണ് സമ്മാനിക്കുകയെന്ന് സംഘാടകർ തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ മാസം 14-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് കതിരൂർ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ നിർവഹിക്കുകയാണ്. കേരളത്തിൽ സഹകരണ മേഖലയിൽ ആദ്യമായിട്ടാണ് കതിരൂർ ബാങ്ക് ഇത്തരത്തിലുള്ള അവാർഡ് തീരുമാനമെടുത്ത് നടപ്പിലാക്കിയത്. അതിനുശേഷം ഒരുപാട് സഹകരണ സ്ഥാപനങ്ങൾ കേരളത്തിലുടനീളം സഹകരണ മേഖലയിൽ സാഹിത്യ രംഗത്തും കാർഷിക രംഗത്തും മാധ്യമരംഗത്തുമെല്ലാം അവാർഡുകൾ തീരുമാനിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ഏർപ്പെടുത്തിയ VVK IV ദാസ് പുരസ്കാര സമർപ്പണം ആഗസ്റ്റ് 14-നാണ് നടക്കുക. വൈകിട്ട് 3:30 പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുമെന്ന് ബാങ്ക് അധികൃതർ തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തലശ്ശേരി MLA-യും പുരസ്കാര സമിതി ചെയർമാനുമായ കാരായി രാജൻ VVK IV ദാസ് അനുസ്മരണ പ്രഭാഷണം നടത്തും. ബാങ്ക് പ്രസിഡന്റ് ശ്രീജിത്ത് ചോയൻ ചടങ്ങിൽ അധ്യക്ഷനാകും. പ്രശസ്ത കവി മുരുകൻ കാട്ടാക്കട മുഖ്യാതിഥിയായി പങ്കെടുക്കും. കതിരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PP സുജിയ,
പിണറായി പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷർലി, എരഞ്ഞോളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി സഫീറ, സഹകരണ വകുപ്പ് അസിസ്റ്റന്റ് രജിസ്ട്രാർ കെ വി ഷിബിൻ തുടങ്ങിയവർ പങ്കെടുക്കും. 2024 പുരസ്കാരമാണ് ചടങ്ങിൽ വിതരണം ചെയ്യുകയെന്ന് ഭാരവാഹികൾ പറഞ്ഞു. VVK പുരസ്കാരം പ്രമുഖ കഥാകൃത്ത് അശോകൻ ചെരുവിലിനും, ഐ.വി. ദാസ് പുരസ്കാരം പ്രമുഖ മാധ്യമപ്രവർത്തക അസിത സഹീറിനുമാണ് സമ്മാനിക്കുക. 50,000 രൂപയും പൊന്നൻ ചന്ദ്രൻ രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രമുഖ ചിത്രകാരൻ ജോയ് ചാക്കോയുടെ പെയിന്റിംഗും അടങ്ങുന്നതാണ് VVK പുരസ്കാരം. 25,000 രൂപയും ശില്പവും അടങ്ങിയതാണ് ഐ.വി. ദാസ് പുരസ്കാരം. VVK പേരിൽ അവാർഡ് മലയാളത്തിന്റെ പ്രമുഖനായ കഥാകൃത്ത് നോവലിസ്റ്റ് അശോകൻ ചെരുവിലിനാണ്. ലബ്ധപ്രതിഷ്ഠമായ എഴുത്തുകൊണ്ട് മലയാളത്തിന്റെ വായനക്കാരുടെ എല്ലാം ഹൃദയം കവർന്ന അദ്ദേഹത്തിന്റെ ചെറുകഥാ സമാഹാരത്തിനാണ് ഇത്തവണത്തെ അവാർഡ്. ഐ.വി. ദാസിന്റെ പേരിലുള്ള മാധ്യമ പുരസ്കാരം അന്ന് കൈരളിയിൽ പ്രവർത്തിച്ചിരുന്ന അസിത സഹീറിനാണ്. ഇപ്പോൾ അവർ 24 ചാനലിലാണ് പ്രവർത്തിക്കുന്നത്. ഈ ചടങ്ങിൽ മുഖ്യാതിഥിയായിട്ട് കേരളത്തിന്റെ പ്രിയപ്പെട്ട കവി മുരുകൻ കാട്ടാക്കട പങ്കെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ പുരസ്കാരം സമർപ്പിക്കുന്നത്, വിതരണം ചെയ്യുന്നത് നേരത്തെ സൂചിപ്പിച്ചു പ്രിയങ്കരനായ പിണറായിയാണ്. ഈ ചടങ്ങിൽ കതിരൂർ ബാങ്കിന്റെ പരിധിയിലുള്ള പഞ്ചായത്തിന്റെ പ്രസിഡന്റുമാരെല്ലാം ആശംസാ പ്രസംഗം നിർവഹിക്കുന്നുണ്ട്. അതേപോലെ ഉദ്യോഗസ്ഥരും സംബന്ധിക്കുന്നുണ്ട് സഹകരണ മേഖലയിലെ. വാർത്താ സമ്മേളനത്തിൽ ബാങ്ക് പ്രസിഡന്റ് ശ്രീജിത് ചോയൻ, VVK ഐ.വി. ദാസ് പുരസ്കാര സമിതി കൺവീനർ പൊന്നൻ ചന്ദ്രൻ, ബാങ്ക് സെക്രട്ടറി M. രാജേഷ് ബാബു, K. കുമാരൻ, അഡ്വക്കേറ്റ് K. രമേശ് എന്നിവർ പങ്കെടുത്തു. IPC നാച്ചുറൽ മിസ്റ്റർ കണ്ണൂർ മത്സരത്തിൽ ബോഡി ബിൽഡിംഗ് വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടി മിസ്റ്റർ കണ്ണൂരിനായി തിരഞ്ഞെടുക്കപ്പെട്ട മാഹി പള്ളൂർ സ്വദേശി ഹോംഗാർഡ് PP ജിനോഷിന് മാഹി പോലീസിന്റെ ആദരം. മാഹി പോലീസ് സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ CI PA അനിൽകുമാർ ജിനോഷിനെ ആദരിച്ചു. IPC നാച്ചുറൽ മത്സരത്തിൽ ബോഡി ബിൽഡിംഗിൽ 1ാം സ്ഥാനം നേടി മിസ്റ്റർ കണ്ണൂരായി തിരഞ്ഞെടുക്കപ്പെട്ട മാഹിയിലെ ഹോംഗാർഡ് PP ജിനോഷിനാണ് മാഹി പോലീസ് സ്റ്റേഷനിൽ വെച്ച് ആദരവ് നൽകിയത്. മാഹി സർക്കിൾ ഇൻസ്പെക്ടർ PA അനിൽകുമാർ ആദര സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജിനോഷിന് അദ്ദേഹം ഉപഹാരങ്ങൾ സമ്മാനിക്കുകയും ചെയ്തു. നമ്മൾ ഓരോരുത്തരും നമ്മൾ ഒരു ലക്ഷ്യത്തെ എടുത്തുകൊണ്ട് അച്ചടക്കത്തോടെ ആ ലക്ഷ്യത്തെ നോക്കി നമ്മൾ കഠിന പ്രയത്നം ചെയ്താൽ നമ്മൾക്ക് അസാധ്യമായത് ഒന്നുമേ ഇല്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഈ ജിനോഷിന്റെ ഈ നേട്ടം മാഹി പോലീസിന് അഭിമാന മുഹൂർത്തമാണ്. ഈ നേട്ടം എല്ലാവർക്കും പ്രചോദനമാകണം. ഏതെങ്കിലും ഒരു കഴിവില്ലാതെ ഒരു മനുഷ്യനും ജനിക്കുന്നില്ല. എല്ലാവരും ഏതെങ്കിലും ഒരു കഴിവോടെയാണ് ദൈവം നമ്മളെയൊക്കെ പടച്ചുവിടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ അച്ചടക്കത്തോടെ നമ്മൾ നിരന്തരമായ പരിശ്രമത്തോടെ കഴിവുകൾ പോഷിപ്പിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഓരോരുത്തർക്കും അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്നുള്ളതാണ് വാസ്തവം. മാഹി SI ജയശങ്കർ, പള്ളൂർ SI റീന, പന്തക്കൽ SI തമിഴരസൻ എന്നിവർ സംബന്ധിച്ചു. ക്ലാസിക് ഫിസിക്സ് വിഭാഗത്തിൽ 2ാം സ്ഥാനവും ജിനോഷ് കരസ്ഥമാക്കിയിട്ടുണ്ട്. മാഹി പള്ളൂർ സ്വദേശിയാണ്. ചെന്നൈ ആർക്കോണത്ത് വെച്ച് നടന്ന ഓപ്പൺ ഡിസ്ട്രിക്ട് കോമ്പറ്റീഷനിൽ ക്ലാസിക് ഫിസിക്സ് വിഭാഗത്തിൽ 1ാം സ്ഥാനവും ബോഡി ബിൽഡിംഗ് കാറ്റഗറിയിൽ 2ാം സ്ഥാനവും കരസ്ഥമാക്കിയിരുന്നു. ഇൻസ്പെക്ടർ നല്ല സപ്പോർട്ട് ചെയ്തു. പറഞ്ഞ അപ്പം തന്നെ ജനറൽ ഡ്യൂട്ടി ചെയ്തു, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. സാറ് അങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്തതുകൊണ്ടാണ് ഇതെല്ലാം കിട്ടിയത്. താങ്ക് യു സാർ. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. 25 വർഷത്തെ വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചറിന്റെ പുതിയ ഷോറൂം ഇപ്പോൾ കതിരൂരിലും. ഏറ്റവും നവീനവും വിസ്മയിപ്പിക്കുന്നതുമായ ഫർണിച്ചറുകളുടെ ഏറ്റവും വലിയ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്തതും കൂടാതെ ഇന്ത്യയിലെ തന്നെ വൈവിധ്യങ്ങൾ നിറഞ്ഞതുമായ ഫർണിച്ചറുകളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവോടുകൂടി സ്വന്തമാക്കാം. പോപ്പുലർ ഫർണിച്ചർ, 4 മൈൽ, കതിരൂർ. ഓൾസോ അറ്റ് കൂനമുക്ക്, അഞ്ചരക്കണ്ടി.
ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തുകേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെന്റ്സ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക്, ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ, മേക്കുന്ന്. കഴിഞ്ഞ 5 വർഷമായി തലശ്ശേരിയിൽ ഡോക്ടർ ഫഹീമിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ ഫഹീംസ് ഡെന്റാരിസ് ദന്തക്രമീകരണ സ്പെഷ്യാലിറ്റി സെന്റർ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ P. രാജ് IPS ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. ട്രീറ്റ്മെന്റ് അണ്ടർ മാഗ്നിഫിക്കേഷൻ ലൂപ്സ്, 3D സ്കാനിംഗ് ആൻഡ് ഡിജിറ്റൽ പ്രിന്റിംഗ്, ultra modern X-ray facilities, well equipped ultra modern machineries, വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, വിശാലമായ പാർക്കിംഗ് സൗകര്യം, കുട്ടികളുടെ ദന്ത സംരക്ഷണത്തിന് പ്രത്യേകമായി രൂപീകരിച്ച അന്തരീക്ഷം, പൂർണ്ണമായും അണുവിമുക്തമായ ഓട്ടോക്ലേവ് ആൻഡ് UV ചേംബർ. ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക്, ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ, മേക്കുന്ന്. തലശ്ശേരി റോഡ്, കൂലോത്ത് സ്ക്വയർ, മേക്കുന്ന്. ഫോൺ 6238296699, 6238596699. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ് ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803, 9497360333. മറ്റു വാർത്തകളിലേക്ക്. വഖഫ് ബോർഡ് വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഒളിച്ചുകളി അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നാഷണൽ ലീഗ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി പ്രക്ഷോഭം സംഘടിപ്പിക്കും. വഖഫ് സമ്മിറ്റ് സമരപരിപാടി ആഗസ്റ്റ് 15 വൈകിട്ട് 3 തലശ്ശേരി പേൾവ്യൂ ഓഡിറ്റോറിയത്തിൽ വഖഫ് ബോർഡ് അംഗം ഉമർ മുക്കം ഫൈസി ഉദ്ഘാടനം ചെയ്യുമെന്ന് നേതാക്കൾ തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഗവൺമെന്റ് വഖഫ് ബോർഡിനെതിരെ, നിലവിലുള്ള വഖഫ് ബോർഡിനെതിരെ ശത്രുതാപരമായ നടപടി സ്വീകരിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ നയം തന്നെ നടപ്പിലാക്കാനുള്ള ശ്രമമാണ് കേരളത്തിൽ നടക്കുന്നത്. അതിനെതിരെയുള്ള സാമുദായിക കൂട്ടായ്മക്കുള്ള ശ്രമമാണ് നാഷണൽ ലീഗ് സംസ്ഥാന അടിസ്ഥാനത്തിൽ സംഘടിപ്പിച്ചു വരുന്നത്. സംസ്ഥാന സമിതി കോഴിക്കോട് 40ഓളം മതസംഘടന, മുസ്ലിം സമുദായ സംഘടനകൾ സംഘടിപ്പിച്ചുകൊണ്ടുള്ള കോൺക്ലേവ് സംഘടിപ്പിച്ചു. ജില്ലാ തലങ്ങളിൽ അതിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ശക്തമായ
പ്രതിഷേധ പ്രവർത്തനങ്ങൾ ഇതിൻ്റെ പേരിൽ ആവിഷ്കരിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം ഒരു സംഗമങ്ങൾ നാഷണൽ ലീഗ് നടപ്പിലാക്കുന്നത്. വഖഫ് ബോർഡ് വിഷയത്തിൽ BJP നിലപാടുകളെ ഏറ്റുപിടിച്ച് ഹൈക്കോടതിയിൽ വാദമുഖങ്ങൾ ഉന്നയിക്കുകയും അതേസമയം വഖഫ് ഭേദഗതി നിയമത്തിന് തങ്ങൾ എതിരാണെന്ന് പുറമെ പ്രചരിപ്പിക്കുകയുമാണ് കേരളത്തിലെ UDF സർക്കാരെന്നും നാഷണൽ ലീഗ് കണ്ണൂർ ജില്ലാ ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. ഇതിനെതിരെയാണ് നാഷണൽ ലീഗ് സമരപരിപാടി സംഘടിപ്പിക്കുന്നത്. വഖഫ് സമ്മിറ്റ് എന്ന പേരിൽ നിൽക്കുന്ന സമരം ആഗസ്റ്റ് 15 വൈകിട്ട് 3 തലശ്ശേരി ഹോട്ടൽ പേൾ വ്യൂ ഏജൻസിയിൽ വഖഫ് ബോർഡ് അംഗം ഉമർ മുക്കം ഫൈസി ഉദ്ഘാടനം ചെയ്യും. നിയമവിദഗ്ധരും വിവിധ സംഘടനകളുടെ നേതാക്കളും പൊതുരംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളും ചടങ്ങിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. തലശ്ശേരിയിൽ വെച്ച് വഖഫ് സബ്മിറ്റ് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ആഗസ്റ്റ് 15 വൈകുന്നേരം 3 മണിക്ക് തലശ്ശേരി പേൾ വ്യൂ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. സംസ്ഥാന വഖഫ് ബോർഡ് മുൻ മെമ്പർ ഉമർ ഫൈസി മുക്കം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതാണ്. ജില്ലാ പ്രസിഡന്റ് സിറാജ് തയ്യിൽ അധ്യക്ഷത വഹിക്കുന്നു. നാഷണൽ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ AP അബ്ദുൽ വഹാബ്, നാസർ കോയ തങ്ങൾ, NK അബ്ദുൽ അസീസ്, നിയാസ് പുലിക്കലകത്ത്, ഷിഹാബ് പൊയ്ത്തുംകടവ്, സയ്യിദ് സ്വാലി ഷിഹാബ് തങ്ങൾ, ജവാദ് മുസ്തവാഫി, പ്രൊഫസർ UP അബ്ദുൽ മജീദ്. വാർത്താ സമ്മേളനത്തിൽ നാഷണൽ ലീഗ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് സിറാജ് തയ്യിൽ, ജനറൽ സെക്രട്ടറി KT സമീർ, KP യൂസഫ്, സയ്യിദ് അൻവർ, ഗഫൂർ തലശ്ശേരി, TK മുഹമ്മദ് എന്നിവർ പങ്കെടുത്തു. കേരള ചിത്രകലാ പരിഷത്ത് കണ്ണൂർ, കോഴിക്കോട്, വയനാട് ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ചിത്രസാഗരം ചിത്ര പ്രദർശനമൊരുക്കുന്നു. ആഗസ്റ്റ് 15 മുതൽ കതിരൂർ ആർട്ട് ഗാലറിയിലാണ് പ്രദർശനം നടത്തുകയെന്ന് ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള ചിത്രകലാ പരിഷത്ത് നാളിതുവരെ ചിത്രകലാരംഗത്ത്, ചിത്രശില്പകലാരംഗത്ത് നിരവധി പേരെ അത് വളരെ സർഗവാസനയുമായി വളരെ ഉയർന്ന നിലയിലേക്ക് എത്തിക്കാൻ നിരന്തരം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നതും അതുമൂലം ഒരുപാട് കലാകാരന്മാരെ സൃഷ്ടിച്ചിട്ടുള്ള ഒരു സംഘടന കൂടിയാണ്. എന്നിരുന്നാൽ ഈ സംഘടനയുടെ ഇപ്പോൾ നടക്കുന്ന ഒരു പരിപാടി 3 ജില്ലകളുടെ കമ്മിറ്റികൾ കൂടി സംഘടിപ്പിക്കുന്ന പരിപാടിയാണ്. ഈ പരിപാടി കതിരൂർ ആർട്ട് ഗാലറിയിലാണ് നടക്കുന്നത്. ഓഗസ്റ്റ് 15 പരിപാടി നടക്കുന്നത്. ഓഗസ്റ്റ് 15 മുതൽ 22 വരെ പരിപാടി. പ്രദർശനത്തിൻ്റെ ഉദ്ഘാടനം വരുന്നത് ഓഗസ്റ്റ് 15 വൈകുന്നേരം 4 മണിക്ക്. കവിയും ചിത്രകാരനും റിട്ടയർഡ് കേണലുമായ സുരേഷൻ VP ആണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. കേരള ചിത്രകലാ പരിഷത്ത് കണ്ണൂർ, കോഴിക്കോട്, വയനാട് ജില്ലാ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിലാണ് ചിത്രസാഗരം എന്ന പേരിൽ ആഗസ്റ്റ് 15 ചിത്ര പ്രദർശനം സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ അറിയിച്ചു. കതിരൂർ പഞ്ചായത്ത് ആർട്ട് ഗാലറിയിൽ ആഗസ്റ്റ് 15 മുതൽ 22 വരെയാണ് പ്രദർശനം. 100 ചിത്രകാരന്മാരുടെ 100 ചിത്രങ്ങളാണ് പ്രദർശനത്തിനായി ഒരുക്കുക. വൈകിട്ട് 4 കവിയും ചിത്രകാരനുമായ റിട്ടയർഡ് കേണൽ VP സുരേശൻ ഉദ്ഘാടനം ചെയ്യും. ചലച്ചിത്ര സംവിധായകൻ M മോഹൻ മുഖ്യാതിഥിയാകും. സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കും. കണ്ണൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സെക്രട്ടറി T ഭരതൻ, പ്രസിഡന്റ് നാസർ ചപ്പാരപ്പടവ്, ഹരീന്ദ്രൻ ചാലാട്, പുഷ്പ ദിനേശൻ, പ്രസാദ് ചൊവ്വ എന്നിവർ പങ്കെടുത്തു. സമഗ്ര ശിക്ഷ കേരള കണ്ണൂർ ജില്ലാ പ്രോഗ്രാം ഓഫീസറായി നിയമിതനായ കൂടത്തിൽ സിദ്ദിഖ് മാസ്റ്റർക്ക് KSTU NAM യൂണിറ്റ് യാത്രയയപ്പ് നൽകി. സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി KVT മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. സമഗ്ര ശിക്ഷ കേരളം കണ്ണൂർ ജില്ലാ പ്രോഗ്രാം ഓഫീസറായി നിയമിതനായ NAM ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ കൂടത്തിൽ സിദ്ദിഖ് മാസ്റ്റർക്കാണ് യാത്രയയപ്പ് നൽകിയത്. KSTU NAM യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് യാത്രയയപ്പ് ഒരുക്കിയത്. സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി KVT മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. അത് കണ്ടുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ഏതായിരുന്നാലും യാത്രയയപ്പ് എന്ന് പറയുമ്പോൾ വളരെ കൗതുകമാണ്. അതുപോലെ പിന്നെ അല്പം ഒരു ചിരിക്ക് വക നൽകുകയാണ്. സിദ്ദീഖ് മാഷ് എപ്പോഴായാലും
29 മാത്രമേ നിങ്ങളെ വിട്ടു പോകുന്നുള്ളൂ, ഈ സ്കൂളിൽ വിട്ടു പോകുന്നുള്ളൂ, ഈ സ്ഥാപനത്തിൽ വിട്ടു പോകുന്നുള്ളൂ. പക്ഷേ സിദ്ദീഖ് മാഷ സേവനം ഇവിടുന്ന് എന്ത് ചെയ്യുന്നു, നമ്മൾ കണ്ണൂർ ജില്ലയിലേക്ക് എടുക്കുകയാണ്. കണ്ണൂർ ജില്ല എന്ന് പറഞ്ഞാൽ ചെറുപുഴ മുതൽ ഇങ്ങേറ്റം വരെ ഈ അറ്റം വരെയുള്ള വലിയ വിശാലമായ ആയിരക്കണക്കിന് സ്കൂളുകളും അതിൻ്റെ ജില്ലാ പ്രസിഡന്റ് MP അബ്ദുൽ കരീം, ജനറൽ സെക്രട്ടറി KT സാജിദ്, സ്കൂൾ പ്രധാന അധ്യാപകൻ VK അബ്ദുൽ നാസർ, ഹാമിദ്, ഷംനാസ്, A അബ്ദുൽ ജലീൽ, KP അസീസ്, KT ജാഫർ, റഫീഖ് കാരക്കണ്ടി, KP സുബൈർ, മുഹമ്മദ് കീഴ്പാട്ട്, M മുഹമ്മദ് ഹാരിസ്, AP റഷീദ്, സൈഫുദ്ദീൻ എന്നിവർ സംസാരിച്ചു. കൂടത്തിൽ സിദ്ദീഖ് മാസ്റ്റർ മറുപടി പ്രസംഗം നടത്തി. പ്രശസ്ത നാടൻപാട്ട് കലാകാരൻ കണ്ണൂർ അത്താഴക്കുന്നിലെ ഷാജു പനയൻ 3ാമത് അനുസ്മരണം ആഗസ്റ്റ് 23-ന് നടക്കും. കേരള ഫോക്ലോർ അക്കാദമിയിൽ നാട്ടുകലാകാരക്കൂട്ടം കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണം സംഘടിപ്പിക്കുക. ഷാജു പനീന്റെ അനുസ്മരണ സമ്മേളനം പ്രശസ്ത സിനിമാ താരം സാജു നവോദയ ഉദ്ഘാടനം ചെയ്യും. നാട്ടുകലാകാരക്കൂട്ടത്തിന്റെ 5 മേഖലകളിൽ സ്കൂളുകൾ കേന്ദ്രീകരിച്ചാണ് സൗജന്യ നാടൻപാട്ട് ശില്പശാല സംഘടിപ്പിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. രക്തദാന ക്യാമ്പും സ്മരണയുടെ ഭാഗമായി നാട്ടുകലാകാരക്കൂട്ടം ഒരുക്കുന്നുണ്ട്. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കൊരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോസാൻഡും ജിയോമിക്സ് കോൺക്രീറ്റും. ജിയോസാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോസാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. മറ്റു വാർത്തകളിലേക്ക്. ഒളവിലം SUM സ്കൂളിൽ ജനറൽ ബോഡി യോഗവും ഉന്നത മാർക്ക് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാര സമർപ്പണവും ദീർഘകാലം PTA പ്രസിഡന്റ് സ്ഥാനം വഹിച്ച K. കുഞ്ഞിമുഹമ്മദ് മാസ്റ്റർക്ക് യാത്രയപ്പും സംഘടിപ്പിച്ചു. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും യുവ സംരംഭകനുമായ യദുകൃഷ്ണയ്ക്ക് സ്നേഹാദരവും നടത്തി. ഒളവിലം SUM സ്കൂളിൽ ജനറൽ ബോഡി യോഗവും കഴിഞ്ഞ വർഷത്തെ വാർഷിക പരീക്ഷയിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കുള്ള ആദരവുമാണ് നടന്നത്. 13 ദശാബ്ദക്കാലം PTA പ്രസിഡന്റ് സ്ഥാനം വഹിച്ച K. കുഞ്ഞിമുഹമ്മദ് മാസ്റ്റർക്ക് യാത്രയപ്പ് നൽകി. കഴുതപ്പാൽ ഉൽപ്പാദനം നടത്തി സ്വയം തൊഴിൽ സംരംഭകനായ യദുകൃഷ്ണയെ ചടങ്ങിൽ ആദരിക്കുകയും ചെയ്തു. സ്കൂൾ രക്ഷാധികാരി പാറയമൽ മൊയ്ത് ഹാജി യദുകൃഷ്ണയെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. ചടങ്ങിന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു.
ഒരു സംസ്കൃതത്തിലേക്ക് എത്തിച്ച ഒരു മഹാനാണ് മിസ്റ്റർ കല്ലൂർ. അപ്പോൾ എന്തുകൊണ്ടെന്നാലും നമുക്കറിയാം, നമ്മൾ നിസ്സാരമാക്കുന്ന കൈതപ്പാല് മനുഷ്യന്റെ, അതായത് ഏറ്റവും മാതാവിന്റെ മലപ്പാലിനോട് അതിനെ കൂടി കൂടുതൽ അനുഗ്രഹീതമാണെന്ന് പറയുന്നത്. നല്ല ആരോഗ്യത്തിനും രോഗപ്രതിരോധത്തിനും പിന്നെ സ്കിന്നി സംരക്ഷിക്കാൻ വേണ്ടി, സൗന്ദര്യം സംരക്ഷിക്കാൻ വേണ്ടി ഇതെല്ലാം ഈ ഒരു പാലും ഒരു കഴിഞ്ഞ പാലും ഏകദേശം 100 മില്ലി 200 മില്ലി, ഏകദേശം 3500 മേലെ 6000 വരെ വിലയുണ്ട്. കെ കുഞ്ഞുമുഹമ്മദ് മാസ്റ്റർ അധ്യക്ഷനായി. സ്കൂൾ കമ്മിറ്റി ചെയർമാൻ ഷർഫുദ്ദീൻ മാസ്റ്റർ PTA പ്രസിഡന്റിന് ആദരവ് നൽകി. സ്കൂൾ മാനേജർ സുലൈമ മാസ്റ്റർ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡുകൾ വിതരണം ചെയ്തു. സ്കൂൾ വൈസ് പ്രിൻസിപ്പാൾ വീണ ടീച്ചർ, സ്കൂൾ കൺവീനർ VK ഖാലിദ്, സ്കൂൾ കമ്മിറ്റി ചെയർമാൻ ഷറഫുദ്ദീൻ മാസ്റ്റർ, മാനേജർ സുലൈമ മാസ്റ്റർ, PTA വൈസ് പ്രസിഡന്റ് ഹാറൂൺ, മദർ PTA പ്രസിഡന്റ് ഹസീബ, വൈസ് പ്രസിഡന്റ് മുബീന, ഹരിദാസ് മാസ്റ്റർ, വിപിന ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. ഇതിൻ്റെ കാര്യങ്ങളെല്ലാം വേണ്ടിയിട്ടാണ് പഠിച്ചത്. അതിനുശേഷം പിന്നെ പുതിയ ബിസിനസ് തുടങ്ങണമെന്നുള്ള ആശയത്തിൽ വേറെ ബിസിനസ്സിലാണ് കഴുത എന്ന ചിന്തയിലേക്ക് എത്തിയത്. അതിനുശേഷം പിന്നെ കഴുത പാല് വെച്ചിട്ട് ആദ്യം ഫാമായിട്ട് തുടങ്ങിയത് കഴുത പാല് ബിസിനസ്സായിരുന്നു. പിന്നെ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും അതിൻ്റെ പ്രൊഡക്ട്സിലേക്ക് മാറിയതാണ്. ഇപ്പം മെയിനായിട്ട് കഴുത പാല് വെച്ചിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സാണ് ഇപ്പം മെയിനായിട്ട് സോപ്പാണ് ചെയ്യുന്നത്. കൂടെ പിന്നെ ഇപ്പം കുറച്ച് സിറംസ്, പിന്നെ ഫേസ് മാസ്ക്, ലിപ്സ്റ്റിക്, ഇങ്ങനത്തെ കുറേ ഡോങ്കി മിൽക്ക് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സാണ് ചെയ്യുന്നത്. ഇപ്പം മെയിനായിട്ട് സോപ്പും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. നമ്മുടെ പ്രോഡക്ട്സിൻ്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ്. ആർട്ടിഫിഷ്യലായിട്ട് കളേഴ്സോ ഫ്രാഗ്രൻസോ ഒന്നും ചേർക്കാതെ എങ്ങനെ ഒരു നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്യാമെന്നുള്ളത് വെച്ചിട്ട് CK പണിക്കർ സ്മാരക വൈഖരീയം പുരസ്കാരം ചലച്ചിത്ര പിന്നണി ഗായികയും സംഗീത അധ്യാപികയുമായ N ലതികയ്ക്ക് സമ്മാനിക്കുമെന്ന് സംഘാടകർ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. CK പണിക്കർ സ്മാരക ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിലാണ് പുരസ്കാരം ഏർപ്പെടുത്തിയത്. CK പണിക്കർ സ്മാരക ട്രസ്റ്റിന്റെ പേരിൽ നടത്തിവരുന്ന വൈഖരി സംഗീത വിദ്യാലയം ചെറുകുന്ന് അന്യപിതാവായിരിക്കുന്ന അച്ഛൻ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയത് 2002-ലാണ്. അതിനുശേഷം 2010-ലാണ് ഈ വൈഖരി എന്ന സ്ഥാപനം തുടക്കം കുറിച്ചത്. അതിനുശേഷമാണ് ആഗസ്റ്റ് 15-ലാണ് എൻ്റെ അച്ഛൻ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയത്. അതുകൊണ്ട് തന്നെ ആ ആഗസ്റ്റ് 15 ദിവസം ഒരു അനുസ്മരണ പരിപാടി എല്ലാ വർഷവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 15 വർഷമായി പുരസ്കാരങ്ങളും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. CK പണിക്കർ സ്മാരക വൈഖരീയം പുരസ്കാരം ചലച്ചിത്ര പിന്നണി ഗായികയും സംഗീതാധ്യാപികയുമായ N ലതികയ്ക്ക് സമ്മാനിക്കുമെന്ന് സംഘാടകർ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. CK പണിക്കർ സ്മാരക ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിലാണ് പുരസ്കാര സമർപ്പണം. ആഗസ്റ്റ് 15 ഉച്ചയ്ക്ക് 2 മണിക്ക് CK പണിക്കർ ഭാഗവതർ അനുസ്മരണ സമ്മേളനത്തിൽ വെച്ചാണ് പുരസ്കാരം സമ്മാനിക്കുക. വ്യത്യസ്ത കലാമേഖലകളിൽ വ്യക്തിപ്രഭാവം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന മഹൽ വ്യക്തിത്വങ്ങളെ കണ്ടെത്തി അവർക്കാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്രാവശ്യം വൈഖരീയം പുരസ്കാരം കൊടുക്കുന്നത് പ്രശസ്ത പിന്നണി ഗായികയും സംഗീത കോളേജിലെ പ്രൊഫസറുമായ ലതിക ടീച്ചർക്കാണ്. എത്രയോ ഗാനങ്ങൾ 100-300 പരം ഗാനങ്ങൾ അവർ പാടിയിട്ടുണ്ട്. നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണ്, നല്ല പണ്ഡിതയാണ്, നല്ല ഗായികയാണ്. ഇപ്രാവശ്യം ഈ പുരസ്കാരം കൊടുക്കുന്നത് അവർക്കാണ്. അത് നിങ്ങളെല്ലാവരെയും അറിയിക്കുക. നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സഹായത്തോടു കൂടിയാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. അതറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രസ് മീറ്റിംഗ് നമ്മൾ നടത്തിയത്. വേണ്ടുന്ന രീതിയിൽ എല്ലാവരും സഹായിക്കണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊള്ളുകയാണ്. വാർത്താ സമ്മേളനത്തിൽ ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ, C രാമചന്ദ്രൻ, CK ഭാനുമതി ടീച്ചർ, സംഗീത സംവിധായകൻ മണികണ്ഠദാസ്, സവാനന്ദൻ അമ്പലപ്പുറം എന്നിവർ പങ്കെടുത്തു. പ്രാർത്ഥനകളും പ്രതീക്ഷകളും വിഫലമായി.
കരൾ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കായി നാടൊന്നാകെ കൈകോർത്ത് 50 ലക്ഷം രൂപ സമാഹരിച്ചെങ്കിലും നെട്ടൂർ കുന്നത്തെ അവിനാഷ് ചന്ദ്രന്റെ ജീവൻ രക്ഷിക്കാനായില്ല. തലശ്ശേരിക്കടുത്ത നെട്ടൂർ കുന്നോത്തെ കരിപ്പാൻ കണ്ടിയിൽ അവിനാഷ് ചന്ദ്രനാണ് മരണപ്പെട്ടത്. കണ്ണൂർ ചാലയിലെ മിംസ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ബുധനാഴ്ച പുലർച്ചെ 2:20 അന്ത്യം. കരൾ രോഗം ഗുരുതരമായതിനെ തുടർന്ന് കരൾ മാറ്റിവെക്കാൻ ശസ്ത്രക്രിയയ്ക്കായി അവിനാഷ് തയ്യാറെടുക്കുന്നതിനിടെയാണ് ആരോഗ്യനില വീണ്ടും വഷളായത്. അവിനാഷിനെ സഹായിക്കാൻ നാടൊന്നാകെ കൈകോർത്തിരുന്നു. ശസ്ത്രക്രിയക്ക് ആവശ്യമായ 50 ലക്ഷം രൂപ ദിവസങ്ങൾക്കകം നാട്ടുകാരുടെ കൂട്ടായ്മയിലൂടെ സ്വരൂപിക്കുകയും ചെയ്തിരുന്നു. പ്രാർത്ഥനകളുമായി ഉറ്റവരും പ്രതീക്ഷയോടെ നാടും കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ എല്ലാ പ്രതീക്ഷകളും വിഫലമാക്കിയാണ് അവിനാഷ് ചന്ദ്രൻ നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മയായി മാറിയത്. മെഡിനോവ ഡയഗ്നോസ്റ്റിക് സെന്ററും ചൊക്ലി MTM വാഫി കോളേജ് വിദ്യാർത്ഥി സംഘടനയും സംയുക്തമായി മലബാർ ക്യാൻസർ സെന്ററിലേക്ക് രക്തദാനം നടത്തി. വാഫി കോളേജ് ഹാളിൽ ചൊക്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N. അനൂപ ഉദ്ഘാടനം ചെയ്തു. മെഡിനോവ ഡയഗ്നോസ്റ്റിക് സെന്ററും ചൊക്ലി MTM വാഫി കോളേജ് വിദ്യാർത്ഥി സംഘടനയും ചേർന്നാണ് കോടിയേരി മലബാർ ക്യാൻസർ സെന്ററിലേക്ക് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത്. ബ്ലഡ് ഡൊണേഴ്സ് കേരളയുടെ സഹായത്തോടെയാണ് ചൊക്ലി MTM വാഫി കോളേജ് ഹാളിൽ വെച്ച് ക്യാമ്പ് നടന്നത്. ചൊക്ലി പഞ്ചായത്ത് പ്രസിഡന്റ് N. അനൂപ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. രക്തദാനത്തെക്കുറിച്ച് വളരെ കൃത്യതയോടുകൂടി ഈ സമൂഹത്തിനകത്ത് ബോധവൽക്കരണവും ആ ദാനം ചെയ്തത് വഴി നമുക്ക് ഒരു നഷ്ടവുമില്ല എന്നും ഒരു നാട്ടിലെ ജനങ്ങൾക്ക് ആവശ്യമാകുന്ന രീതിയിൽ അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ രക്തത്തിന് വേണ്ടി പ്രയാസപ്പെടുമ്പോൾ ആരോഗ്യ സ്ഥാപനങ്ങളിൽ രക്തം ഈ നിലയിൽ ബ്ലഡ് ബാങ്കിനകത്ത് സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ ആർക്കെല്ലാമാണ് ഗുണം ചെയ്യുക എന്നുള്ള കാര്യം കൂടി നമ്മൾ അത് സംബന്ധിച്ച് ഒരു പഠനം നടത്തുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാവുന്നത്. ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് വിദ്യാർത്ഥി സംഘടനകളിലും യുവജന രംഗത്തെല്ലാം പ്രവർത്തിക്കുമ്പോൾ ഏറ്റവും പ്രാധാന്യം നൽകിയ ഒരു വിഷയമാണ് രക്തദാനം മഹാദാനം എന്ന മഹത്തരമായ വചനം വെച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ ജനങ്ങളെ രക്തദാനം ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മുൻകൈ എടുത്ത് നടത്തിയ പ്രവർത്തനം ഞങ്ങളുടെ എല്ലാ അനുഭവത്തിലും. MTM വാഫി കോളേജ് പ്രിൻസിപ്പാൾ CP അബ്ദുറസാഖ് വാഫി അധ്യക്ഷനായി. അസ്ലം മെഡിനോവ ക്യാമ്പ് വിശദീകരണം നടത്തി. നമ്മുടെ ശരീരത്തിലുള്ളത് ഏത് ക്യാൻസറാണ് നമുക്ക് ശരീരത്തിലുള്ളതെന്ന് പ്രത്യേകം മനസ്സിലാക്കി അതിൻ്റെ കോശങ്ങളെ മാത്രം വേർതിരിക്കുവാനും അത് ചികിത്സിക്കാനുള്ള സംവിധാനങ്ങൾ കൂടിയാണ് വരുന്നത്. നമ്മുടെ കീമോതെറാപ്പി റേഡിയോതെറാപ്പി മാത്രം കേട്ടതിലുള്ള നമ്മൾ ഇന്ന് ഇമ്മ്യൂണോതെറാപ്പി പോലെയുള്ള വളരെ ലളിതമായ ചികിത്സാ സംവിധാനത്തോടു കൂടി അത് ഭേദമാകുന്ന ഒരവസ്ഥ നമുക്ക് നമ്മുടെ നാട്ടിലുള്ള മലബാർ ക്യാൻസറിൽ കൂടി നമുക്ക് അറിയാൻ കഴിയും. അത്തരമൊരു സ്ഥാപനത്തിന് അവർക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യം. നമ്മുടെ നാട്ടിലൊരു സ്ഥാപനം മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വരുമ്പോൾ അവർക്ക് ആവശ്യമായ രക്തം കൊടുക്കുക എന്നുള്ളത് ഒരു 70% അവിടെയുള്ള ചികിത്സയ്ക്ക് വേണ്ടി വരുന്നു. ഒന്ന് ഒരാൾക്ക് 1-2 വരെ 10, 15, 20, 30 ആളുകളാണ് ബ്ലഡുകളാണ് വേണ്ടി വരുന്നത്. ഒരാളുടെ രക്തം 2-3 ഘടകങ്ങളെ വേർതിരിച്ചു. കോളേജ് മാനേജർ K. നൗഫൽ മൗലവി സ്വാഗതം പറഞ്ഞു. പ്രിൻസിപ്പാൾ സൈദലി മാസ്റ്റർ തച്ചിനങ്ങാട്, PK റഫീഖ്, ഷാനിദ് വാഫി, റിയാസ് മാഹി, ഡോക്ടർ ആദർശ്, റോജിയ, അസദ് തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്ത് രക്തദാനം നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ന്യൂമാഹിക്കടുത്ത് പുന്നോൽ പെട്ടിപ്പാലത്ത് ദേശീയപാതയിൽ ദീർഘദൂര സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച് ബസ് ജീവനക്കാർ ഉൾപ്പെടെ 70 പേർക്ക് പരിക്ക്. അപകടം ബുധനാഴ്ച ഉച്ചയ്ക്ക് 12:30. പിതൃസ്മരണയിൽ പുണ്യതീർത്ഥങ്ങളേന്തി ആയിരങ്ങൾ കർക്കിടകവാവ് ബലിതർപ്പണം നടത്തി. തലശ്ശേരി ശ്രീ ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തിയത് ആയിരങ്ങൾ. തലശ്ശേരിയിൽ BJP നേതാവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് എറണാകുളത്തെ യൂത്ത് കോൺഗ്രസ് നേതാവ് തലശ്ശേരി പോലീസിന്റെ പിടിയിൽ. അറസ്റ്റിലായത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ എറണാകുളം മാണിക്യമംഗലം മുരപ്പള്ളി വീട്ടിൽ വൈശാഖ് S. ദർശൻ.
ചൊക്ലി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥി ശിവസൂര്യയെ കാണാതായിട്ട് 5 ദിവസം. കുട്ടിയെ കണ്ടെത്താൻ SIT രൂപീകരിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്ന് സ്കൂൾ PTA. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.